അഭിനേത്രിയും നർത്തകിയുമായ താര കല്യാൺ യൂട്യൂബ് ചാനലുമായി സജീവമാണ്. അഭിനയ ലോകത്തെയും വ്യക്തിജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട്. ഭർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു പുതിയ വീഡിയോയിൽ. 7 വർഷം മുമ്പായിരുന്നു രാജേട്ടൻ്റെ വിയോഗം. അദ്ദേഹത്തിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളായിരുന്നു പ്രചരിച്ചിരുന്നത്. അവരവരുടെ മനോധർമ്മത്തിന് അനുസരിച്ച് വാർത്തകൾ മെനയുകയായിരുന്നു പലരും. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ സംസാരിക്കുന്നത് എന്നോട് ചിലർ പറഞ്ഞിരുന്നു. അന്ന് ഞാൻ അതേക്കുറിച്ചൊന്നും ബോധേഡ് ആയിരുന്നില്ല. അദ്ദേഹം പോയതിന് ശേഷം ഞാൻ ആരോടും സംസാരിക്കാറില്ലായിരുന്നു. കൊച്ചിയിൽ വെച്ചായിരുന്നു അദ്ദേഹം മരിച്ചത്. അത് കഴിഞ്ഞ് തിരികെ തിരുവനന്തപുരത്തേക്ക് വന്നു. താമസിക്കാൻ സ്ഥലമില്ലായിരുന്നു. അങ്ങനെ അതിന് പിറകെയായി. അതുകഴിഞ്ഞ് സൗഭാഗ്യയുടെ വിവാഹം, കോവിഡ്, സുധാപ്പുവിൻ്റെ ജനനം, പിന്നെ എനിക്ക് അസുഖമായി. ശബ്ദം വരുന്നു പോവുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നു, പിന്നെയും ശബ്ദം വരുന്നു. അതിനിടയിൽ അമ്മയെയും നഷ്ടമായി. ഇതൊക്കെ കൊണ്ടാണ് ഇത്രയും കാലത്തിനിടയിൽ രാജേട്ടൻ്റെ വിയോഗ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റാതിരുന്നത്. മറക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത്. 30 വയസ്സുള്ള സമയത്താണ് രാജേട്ടൻ ഡയബറ്റിക്കാണെന്ന് മനസ്സിലായത്. പാരമ്പര്യമായി കിട്ടിയതായിരുന്നു അത്. പെട്ടെന്ന് അസുഖം വരുന്ന പ്രകൃതമായിരുന്നു. പനിയായിരുന്നു ആദ്യം വന്നത്. അന്ന് ഞാൻ ഒരു ലൊക്കേഷനിലായിരുന്നു. അച്ഛന് അസുഖം കൂടുതലാണ്, ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എന്ന് സൗഭാഗ്യ പറഞ്ഞിരുന്നു. എങ്ങനെയൊക്കെയോ ഷൂട്ട് അവസാനിപ്പിച്ച് ഞാനും എത്തുകയായിരുന്നു. പനി മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു. വെറുതെയൊരു സന്ദർശനത്തിനെന്ന പോലെയായി ഡോക്ടർ വീട്ടിൽ വന്നിരുന്നു. ഞാൻ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം രാജേട്ടനെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അസുഖം കുറച്ച് കൂടുതലാണെന്നറിഞ്ഞതോടെ അമൃതയിലേക്ക് മാറ്റുകയായിരുന്നു. 9 ദിവസം ICUവിലായിരുന്നു അദ്ദേഹം. നിങ്ങൾക്ക് ഭയങ്കര ലേറ്റായാണ് കൊണ്ടുവന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് കുറച്ച് ഡോക്ടേഴ്സ് പറയുകയും ചെയ്തു. ആകെ തളർന്നിരിക്കുമ്പോൾ പേടിക്കാനൊന്നുമില്ല, നമുക്ക് ഹോപ്പ് ഉണ്ടെന്ന് മറ്റു ഡോക്ടേഴ്സും പറയുന്നു. രാജേട്ടനെ നഷ്ടമാവുമെന്നൊന്നും അവസ്ഥയെക്കുറിച്ച് അന്നെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിലെത്തിയില്ലെങ്കിൽ ഞാൻ വിറയ്ക്കുമായിരുന്നു. അങ്ങനെയുള്ള ഞാൻ മരണവാർത്ത കേട്ടിട്ട് ഒരു ചലനവുമില്ലാതെ ഇരിക്കുകയായിരുന്നു. അതെങ്ങനെ സാധിച്ചു എന്നെനിക്കറിയില്ല. പെട്ടെന്ന് സങ്കടവും സന്തോഷവുമൊക്കെ തോന്നുന്ന ഞാൻ ടോട്ടലി ബ്ലാങ്കായി നിന്നു. ഡയബറ്റിക്കായതിനാൽ ഇമ്മ്യൂണിറ്റി കുറവായിരുന്നു. പനി വന്നതോടെ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലറായി. ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടി. അങ്ങനെയൊരു അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുപോയത്. ദൈവത്തെപ്പോലെ കണ്ടിരുന്ന ചിലരൊക്കെ പെരുമാറ്റത്തിലെ മാറ്റമൊക്കെ മനസ്സിലായത് അപ്പോഴാണ്. നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. വിഷമിച്ചിരിക്കുന്ന ഒരാളെ എങ്ങനെയൊക്കെ ആശ്വസിപ്പിക്കണമെന്ന് മനസ്സിലാക്കിയത് അതിന് ശേഷമാണ്. ഞാൻ സ്ഥിരമായി സാധനങ്ങൾ വാങ്ങിയിരുന്ന കടയിലെ ചേട്ടൻ വന്ന് എൻ്റെ തലയിലൊന്ന് തൊട്ടു. ഒരക്ഷരം അദ്ദേഹം സംസാരിച്ചില്ല. അതുപോലെ ഒരു കൂട്ടുകാരി അവളുടെ നെറ്റിയിലെ പൊട്ട് എനിക്ക് വെച്ച് തന്നു. നിന്നെയൊരിക്കലും പൊട്ടില്ലാതെ കാണരുതെന്ന് പറഞ്ഞു. വേദനിച്ചിരുന്ന ഒരാൾ എങ്ങനെയൊക്കെ ആശ്വാസം കിട്ടുമെന്ന് സ്വയം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അതെന്നും താര കല്യാൺ പറയുന്നു.